വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ത്രിതളം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് കുക്കിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ മൂന്നാളും ഇപ്പോൾ ഒരുമിച്ചാണുള്ളത്. പക്ഷേ ഞങ്ങൾ ഈ വീഡിയോയുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും കുക്കിംഗ് തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾ 3 സ്ഥലത്ത് ഞങ്ങൾ 3 പേരുടെ വീഡിയോയിൽ നിന്നാണ് കുക്ക് ചെയ്തത്. കുക്കിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പരസ്പരം അറിയില്ല. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. അതുപോലെ ഇവരോരോരുത്തരും ചെയ്തത് മറ്റു രണ്ടുപേർക്കും അറിയാത്ത രീതിയിലാണ് ഞങ്ങൾ കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡാൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അവർക്കും അറിയില്ല, അവരുണ്ടാക്കുന്നത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഞാനൊരു ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ, ഉണ്ടാക്കാൻ റെസിപ്പി കാണിക്കുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സ്നേഹത്തോടു കൂടി ഫ്രണ്ട്സിന് കൊടുക്കുക, അവരെ അഭിപ്രായം കേൾക്കാമെന്നൊക്കെ ഒന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഇന്ന് അവരെ സർപ്രൈസ് ചെയ്യിക്കാൻ പോണ എൻ്റെ ഫുഡ് എന്താണെന്നുള്ളത് പോക വഴിയെ കാണാം. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അഭിപ്രായം കേൾക്കാനായിട്ട് കാത്തിരിക്കുക. ദൈവത്തിനറിയാം. ഹായ്, ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞപ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചേക്കാം. അപ്പം അങ്ങനെ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു ഐറ്റം എൻ്റെ മനസ്സിൽ വന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫേവറേറ്റ് തന്നെ, പിന്നെ ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കാണല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ അഞ്ജുവിനും ഗ്രീഷ്മയ്ക്കും വേണ്ടി ഒരു ഐറ്റം കുക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവരെന്താ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടില്ല എന്താ കുക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അഞ്ജു അടിപൊളി കുക്കാണ് കേട്ടോ. ഇന്നോവേറ്റീവായിട്ട് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനൊക്കെ അഞ്ജു ഭയങ്കര മിടുക്കിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് അഞ്ജു ഉണ്ടാക്കുന്ന ഫുഡ്സ് കഴിക്കാനായിട്ട്. അതുപോലെ ഗ്രീഷ്മ എന്ന് പറയുന്നത് നാടൻ ഐറ്റംസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഉണ്ണിയപ്പം, പഴംപൊരി, പിന്നെ അങ്ങനെ ഈ സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാക്കും. അപ്പം ഇവർ രണ്ടാളും നല്ല അടിപൊളി കുക്കാണ്. അവരുടെ കൂടെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ നോക്കാം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. അഞ്ചു വന്നപ്പോഴേക്കും ഒരു ലോങ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ തെറിച്ച് പോയി മിക്സിയിൽ നിന്ന്. അപ്പോൾ മിക്സി വെച്ച് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. എയർ ഫ്രയറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഗ്രില്ല് ചെയ്തിട്ടുണ്ടാവും. പാസ്ത ഞാൻ പറയണത് പിസ്സ, ഇതേപോലെ ചീസ് പിസ്സ അല്ല, ആ ഒരു ടൈപ്പ് എന്തെങ്കിലും ചീസ്, ക്രീം, ബ്രെഡ് പോക്കറ്റ് ആണോ? ഓ ഗ്രീഷ്മ അതിലൊരു എന്തായാലും പറഞ്ഞു. ചപ്പാത്തി പോക്കറ്റ് ആണോ? പോക്കറ്റ് എടുത്തിട്ടല്ലേ ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോ സാൻഡ്വിച്ച്. ഗ്രീഷ്മ ആക്ച്വലി നാടൻ പലഹാരങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നതാണ്. പഴംപൊരി, ഉണ്ണിയപ്പം, നെയ്യപ്പം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയാൻ പറ്റില്ല. ഇന്ന് ചിലപ്പോൾ നമ്മൾ ഞെട്ടിച്ച് പുതിയ വെറൈറ്റി എന്തെങ്കിലും ട്രൈ ചെയ്തോന്ന് അറിയില്ല. പിസ്സ നിങ്ങൾ പറഞ്ഞതിലൊക്കെ ഉണ്ട് സാധനം. നാടൻ സാധനമാണ്. നാടൻ സാധനമാണോ? എനിക്ക് ഫേവറേറ്റ് ആയ സാധനം. രണ്ടുപേർക്ക് കിട്ടിയിട്ടാ.
പാസ്ത ആയിരിക്കും. അല്ല നൂഡിൽസ് അല്ല അല്ല, വെറൈറ്റി ഉള്ളൂ. എന്താ പറയാ, നാടൻ ഡിഷാണോ അല്ലെങ്കിൽ ഇഷ്ടാണോ? ഇതിനെ ഏത് ഗണത്തിൽപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. എന്നാലും ഫ്യൂഷൻ ആണോ? നാടനല്ല, ഇങ്ങനെ പഴംപൊരി, ഉണ്ണിയപ്പം അങ്ങനത്തെ ടൈപ്പ് ഒന്നും പിന്നെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ അല്ല. ബിരിയാണി, ഗ്രില്ല് കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്യാണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാടല്ല, എന്നാലും കുക്ക് ചെയ്യാനുണ്ട്. എനിക്ക് ഒരു പിടുത്തം കിട്ടണില്ല. എനിക്കും കിട്ടുന്നില്ല. അല്ല, ആദ്യം നിങ്ങളുടെ കൊണ്ടും എന്നിട്ട് ഞാൻ ലാസ്റ്റ് തന്നെ കൊടുക്കാം. ഓക്കെ, സാൻഡ്വിച്ച്. അടുത്ത ഗ്രീഷ്മയുടെ ബർത്ത്ഡേ. ഗ്രീഷ്മയുടെ വെറൈറ്റി പഴംപൊരി കേട്ടോ. വെറൈറ്റി പഴംപൊരി നിറച്ച് എള്ളൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്. ഓ, ഇനി ഡാലിന്റെ പോരട്ടെ എന്നാ. അഞ്ജൂസിനും ഗ്രീഷ്മയ്ക്കും വേണ്ടി കുക്ക് ചെയ്ത ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് അവർ കാണാതെ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ഗ്രീഷ്മയുടെ വീട്ടിലോട്ട് പോകാം. സൂപ്പറായിട്ടാണ്, പൊളിച്ച്. നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡല്ല, ജസ്റ്റ് ഫ്രൂട്ട് സലാഡ് അടിപൊളി ഗുഡ് പ്രസന്റേഷൻ, നല്ല രസമുണ്ട്, വിചാരിച്ചേ ഇല്ല. ഇത് ജസ്റ്റ് നമുക്ക് വന്നില്ല. ഫ്രൂട്ട് സലാഡ്, കപ്പ, പാൽക്കപ്പ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഇപ്പോൾ ഞാനിങ്ങനെ പാൽക്കപ്പ, പാസ്ത ഇതൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് സ്ഥിരമായിട്ട്. ഇടയ്ക്ക് ഇന്നത്തെ ഇതെന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. അതെ, വെറൈറ്റി. ഞാനിത് എങ്ങനെ ഹൈഡ് ചെയ്ത് കൊണ്ടുവരുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ കാസറോളിനകത്തൊക്കെ വെച്ചിട്ട്. The world is a wondrous place when you slow it. എള്ളൊക്കെ ഇട്ടിട്ടുള്ള പഴംപൊരി മഞ്ഞ കളറിൽ ബ്ലാക്ക് അടിപൊളി. കഴിക്കും. ഞാൻ എന്റെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഭയങ്കര മധുരമല്ല, എന്നാൽ മധുരം കുറവുമില്ല. നന്നായിട്ടുണ്ട്. ഇഷ്ടമായിട്ടാ? എനിക്ക് എന്റെ ഇഷ്ടമായി. ഗ്രീഷ്മയുടെ പഴംപൊരി അടിപൊളിയായിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് നമുക്ക് അഞ്ചിന്റെ അയച്ചു നോക്കാം. അപ്പം നമുക്ക് കണ്ടില്ല. സോസ കൂട്ടി ആവശ്യമുള്ളവർ കഴിച്ചത്. കഴിക്കല്ലേ? കുറച്ച് പേരുണ്ട്. നന്നായിട്ടുണ്ട്. അടിപൊളി. ഇത് മറ്റേ വൈറൽ ഹെൽത്തി സാൻഡ്വിച്ച് എന്ന് പറയും, അതാണ് ആ സംഭവം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനത് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചത്. ടേസ്റ്റ് അടിപൊളി. ഞാനത് ഇതിന് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഇതുവരെ എനിക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി പറയാൻ വേണ്ടി വാക്കില്ല കേട്ടോ. കാരണം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്നൊക്കെ കടയിൽ ശരിക്കും നമ്മൾ ഷോപ്പിൽ വാങ്ങുന്നത് പോലെ അടിപൊളി. ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു താങ്ക് യു അടിപൊളി. താങ്ക് യു. അപ്പൊ ഡാലും ഉണ്ടാക്കിയതായാലും ഗ്രീഷും ഉണ്ടാക്കിയതായാലും അഞ്ചുണ്ടാക്കിയതാണ് ഒക്കെ അടിപൊളി. എല്ലാ ഡിഷും നല്ല രസമുണ്ട്. അപ്പൊ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ കണ്ട് ഞങ്ങൾ കഴിച്ച അടിപൊളി. നമ്മള് ഫ്രണ്ട്സ് നല്ലൊരു അനുഭവമായിരുന്നു അത്.
അതെ, നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. കാരണം കാലം മാറിയേക്കാം, ആൾക്കാർ മാറിയേക്കാം, സാഹചര്യം മാറിയേക്കാം, പക്ഷേ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൊമെന്റ്സ് എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം ചെയ്തെങ്കിലും ആ ഒരു പ്രോസസ്സ് അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ